വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആ കോപ്പി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനിച്ചു. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ പതിപ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ലൗഹുൽ മഹ്ഫൂദിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി വിശുദ്ധ ഖുർആന്റെ കോപ്പി എഴുത്തുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ട സർവസ്വവും കാണാൻ പറ്റുന്ന ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണായിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അപ്പം അത്ര വിശുദ്ധമായ ഒരു കണ്ണായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കണ്ണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ലൗഹുൽ മഹ്ഫൂദില് പരിശുദ്ധ ഖുർആൻ വിശുദ്ധ ഗ്രന്ഥം ആലേഖനം ചെയ്തത്, എഴുതി വെച്ചത് അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചു. അപ്പൊ അങ്ങനെ നോക്കി കണ്ടു ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു കോപ്പി തന്നെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പ്രിയമുള്ളവരെ, എവിടെ നിന്ന് എടുത്താണ് ഇദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായിക്കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. എന്താണ് അവിടെ പറഞ്ഞത്? ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്, നീ ഓതുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. എവിടെയാണ് കോപ്പി കൊടുത്തിട്ട് ഓതി കൊടുത്തിട്ടുള്ളത്? എവിടെ നിന്നാണ് ഈ പറയപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ടുള്ളത്? ഇവരെവിടെ നോക്കിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു വലിയൊരു വിഭാഗത്തിന്റെ ആത്മീയ നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പറയുന്നത് ഒരു കെട്ടുകഥയിലുള്ള പോലെ CM മടവൂര് ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ നോക്കി കിടക്കുകയായിരുന്നു. അതുപോലെ തന്നെ റിഫായി ഷെയ്ഖ് ലൗഹുൽ മഹ്ഫൂദിലുള്ള എഴുത്തൊക്കെ മൂപ്പർക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ മായ്ച്ചു കളയുകയായിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള കഥകൾ കേട്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും ശീലിച്ച ഇതുപോലെയുള്ള ആളുകൾ പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് ഇവർ ഈ പറയുന്നത് എന്താണ്? കഴിഞ്ഞിട്ടില്ല. കേട്ടു നോക്കൂ. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഖുർആന്റെ പതിപ്പ് മാത്രമല്ല, ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട സർവ വസ്തുക്കളെയും സർവ രേഖകളെയും നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ണായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് ആരാണ് പറയേണ്ടത്? റസൂലുള്ള പറയണ്ടേ ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ടാണ് ഖുർആൻ പഠിച്ചത് എന്നുള്ളത്? ഈ റസൂലുള്ള പറയണ്ടേ ലൗഹുൽ മഹ്ഫൂദിലെ ഖുർആൻ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് എന്നുള്ളത് റസൂലുള്ള പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂലോകത്ത് നിന്നുകൊണ്ട് തന്നെ റസൂലുള്ളാക്ക് ആകാശാരോഹണം നടത്തേണ്ട ആവശ്യമില്ലാത്ത നിലക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ടാ മതിയായിരുന്നില്ലേ? അതല്ലല്ലോ ചെയ്തത്. ആ ഒരു കാര്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ആയത്തിലൂടെ പറയുന്നത് അള്ളാഹുവിന്റെ കുദറത്തുകളെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ആകാശാരോഹണം നടത്തി എന്നുള്ളതല്ലേ? അല്ലെങ്കിൽ 7ാം ആകാശവും കടന്നു ചെന്നു എന്നുള്ള ആ ഒരു കാര്യമല്ലേ പഠിപ്പിക്കുന്നത്? ഇവിടെ നിന്ന് നോക്കിക്കണ്ടു എന്നല്ലല്ലോ. ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനമാക്കിയിട്ടാണ്? ബാലരമയോ ബാലമംഗളമോ അല്ലെങ്കിൽ ചിത്രകഥയോ അത് ഏതെങ്കിലും അടിസ്ഥാനമാക്കിയിട്ടാണോ? അതോ ഇവരുടെ തന്നെ ഇതുപോലെയുള്ള കെട്ടും കെട്ടി നടക്കുന്ന ഏതെങ്കിലും പഴയ ഏതെങ്കിലും പൗരോഹിത്യം എഴുതി വെച്ചിട്ടുള്ള കള്ളക്കഥകൾ നോക്കിക്കൊണ്ടാണോ ഈ ഉമ്മത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ചോദിക്കുവാന് ഈ ആളുകൾക്ക് അതിനുള്ള ധൈര്യമില്ല, ആംബിയറില്ല എന്നുള്ളതാണ്. ഇവരെ കൊണ്ട് ഇതും ഇനി ഇതിനപ്പുറം പറയിപ്പിക്കുക എന്നുള്ളത് മറക്കാതിരിക്കുക. പരിശുദ്ധ ഖുർആനെ അത് ഘട്ടം ഘട്ടമായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നത്. ഇനി ഇതിന്റെയൊക്കെ അപകടവശങ്ങൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയട്ടെ, നമുക്ക് ചിലത് കൂടി പറയാനുണ്ട്. ഇത് പലർക്കും ഉണ്ടാവിടുന്നതാണ്. മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിനെ പറ്റി നമ്മൾ കേട്ടില്ലേ? അവര് റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽപ്പെട്ട സൗദ റളിയല്ലാഹു തആല അൻഹ പുറത്തിറങ്ങിയപ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഖദ് അറഫനാകി യാ സൗദ, സൗദയെ നിന്നെ നമുക്ക് മനസ്സിലായി, നിങ്ങൾ സൗദയാണെന്ന് നമുക്കറിയാം. അതിന് ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറയണത് എന്താ? വക്കാനത്ത് ഇംറാഅത്തൻ തവീല. ഈ സൗദ റളിയല്ലാഹു തആല അൻഹ ഒരു വളരെ നീളമുള്ള ബീവിയായിരുന്നു. വക്കാന റഅഹ ഖബല ഹിജാബ്, ഹിജാബിന്റെ ആയത്ത്, ഹിജാബ് 2-3 ഘട്ടങ്ങളിലാണ്, ഞാനിപ്പോൾ അത് വിവരിക്കുന്നതല്ല. ഹിജാബിന്റെ മുമ്പായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി ഉമർ ഇബ്നു ഖത്താബ് സൗദ റളിയല്ലാഹു തആല അൻഹയെ കണ്ടിരുന്നു. അപ്പോൾ സൗദ ഹിജാബിലായിട്ട് വന്നാലും ഇത് സൗദയാണെന്ന് മനസ്സിലാക്കാം. കാരണം അത്രയും നീളമുള്ള ബീവി സൗദ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അത്രയും നീളമുള്ള ആള് സൗദ റളിയല്ലാഹു തആല അൻഹയാണ്, അതുകൊണ്ട് മനസ്സിലാക്കി എന്നാണ്. ഇനി
ഈ ഹിജാബ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാകാതിരിക്കൊന്നുമില്ല. സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെ ഇനിയൊന്നും വേണ്ട, ഈ മുസ്ലിയാർ വല്ല കല്യാണത്തിനും ഇയാളുടെ പത്നിയുമായിട്ട് പോകുന്ന സമയത്ത് അവിടെ കുറെ ആളുകള് ഹിജാബിലുണ്ടെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ഈ സ്വന്തം ഭാര്യയെ തിരിച്ചറിയല്? അത് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളെ അത് അവരുടെ ആ ഒരു ഹൈറ്റോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അതൊന്നുമല്ല, ആ ഒരു കാര്യത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുമല്ല. അതിപ്പോ വലിയൊരു അപാരമായ അമാനുഷിക കഴിവാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ടതില്ല എന്നുള്ളതാണ്. ഒരു അളവിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള അല്ലെങ്കിൽ സാധാരണത്തിൽ കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു ആള് അവിടെ സ്ഥിരമായിട്ട് സാധാരണ കാണുന്നതാണ്. അത് സൗദയാണ് എന്നുള്ളത് റളിയല്ലാഹു അൻഹ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിലിപ്പോ എന്താണ് ഇത്ര വലിയ അല്ലേ സംഭവം ഉള്ളത്? പറയട്ടെ. അപ്പൊ പറഞ്ഞു കത് അറഫിനാക്കിയ സൗദ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ചെന്നു എന്നാണ്. റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം. ഉമർ റളിയല്ലാഹു. ഇത് പറയാനുള്ള കാരണം എന്താ? മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണത് റജാ അൻ യൻസിൽ അൽ ഹിജാബ്, ആ ഹിജാബ് ഇറങ്ങണം എന്ന് ഉദ്ദേശിച്ചിട്ട്. ആ ഹിജാബ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല മൂപ്പരുടെ ആ വിശുദ്ധമായ കണ്ണുകൊണ്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ട ആ ഹിജാബ്, ഇനിയും ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാണ്ട്. അപ്പൊ ആ ഹിജാബ് ഇറങ്ങണം എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വലിയ ആഗ്രഹം. കഥ എങ്ങിട്ടാ കൊണ്ടുപോയതെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ലൗഹുൽ മഹ്ഫൂദില് ഹിജാബിന്റെ ആയത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് അള്ള ഇറക്കിയിട്ടില്ലല്ലോ. അപ്പോ അല്ല അത് ഇറക്കണം. അതിനിപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇദ്ദേഹത്തിന് വഹിയില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിനോട് അറിയിക്കാൻ വേണ്ടിയിട്ട് സൗദ റളിയല്ലാഹു അൻഹ മുഖേനയാണ് അത് ഈ രൂപത്തിൽ അറിയിക്കുന്നത് എന്നുള്ള. ഞാന് ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ കണ്ടു, ഇനി ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങാണ്ട്, അപ്പോ അതുകൊണ്ട് ഇറക്കാൻ അള്ളഹാനോട് പറയുന്നു അല്ലേ? അതോ ഇനി റസൂലുള്ളയാണോ ഈ ആയത്ത് ഇങ്ങനെ ഇറക്കിയിരുന്നത്? നിരീശ്വരവാദികള്, എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിന്റെ ബദ്ധവൈരികളായിട്ടുള്ള ആളുകൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആശയങ്ങൾ അങ്ങനെ ഉരുവിടുകയായിരുന്നു, എഴുതി വെക്കുകയായിരുന്നു, രേഖപ്പെടുത്തുകയായിരുന്നു എന്നാണ്. അതിന്റെ മറ്റൊരു വശമല്ലേ ഇവരും പറയുന്നത്? നിരീശ്വരവാദത്തിലേക്ക് ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന വഴിയല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് ഒക്കെ അങ്ങനെ കണ്ടുക്കണു. അതേപോലെ തന്നെ റസൂലുള്ള മാത്രമല്ല ഉമർ റളിയല്ലാഹു തആല അൻഹുവും ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണാറുണ്ട് എന്നുള്ള. അപ്പൊ അല്ലേ ഇത് അറിയിച്ചു കൊടുക്കുന്നത്? ഇവര് നോക്കി വായിച്ചത് പിന്നെ അള്ള വെറുതെ ഇറക്കി കൊടുത്തതാണോ? എന്താണ് മൗലവരെ, ഇത്രയും വലിയൊരു ഉമ്മത്തിനെ നയിക്കുന്ന താങ്കളാണോ ഇതുപോലെയുള്ള ഏതെങ്കിലും ചുറ്റടിമേത്തൽ അബൂബക്കർ അദ്ദേഹം ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ പേരിലും ഉമർ റളിയല്ലാഹുവിന്റെ പേരിലും ഇത്രയ്ക്ക് വഞ്ചനാപരമായ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റസൂലുള്ള ഏതെങ്കിലും സ്വഹീഹായ ഒരു റിവായത്തിലൂടെ വന്ന ഒരു ഹദീസ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ തൊള്ളപ്പൊട്ടും നിങ്ങളെ കള്ളക്കിതാബും പാളക്കിതാബും അല്ലാതെ വേറെന്തെങ്കിലും തെളിവുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്താ ചെയ്യാലേ? അതുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ തങ്ങൾ ഭാര്യമാരോട് വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറയണം. കാരണം എന്താ? റജാ അൻ യൻസില അൽ ഹിജാബ് എന്നാണ് ഇമാം ബുഖാരി തങ്ങൾ ആ ഹിജാബ് ഇറങ്ങണം. അപ്പൊ എങ്ങനെ ആ ഹിജാബ് എന്ന് പറഞ്ഞു? ഉമർ ബിൻ ഖത്താബിന്റെ വിശുദ്ധമായ കണ്ണുകൊണ്ട് അവർക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ആ ഹിജാബിന്റെ ആയത്തിനെ കാണാൻ മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബിന് സാധിച്ചു. അപ്പം ഇത് മഹാന്മാർക്ക് ഉണ്ടാവുന്നതായ ഒരു ക്വാളിറ്റിയാണ്. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതികൾ, നമ്മുടെ ശരീരത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ലൗഹിന്റെ പതിപ്പുകൾ, ഇതൊക്കെ കാണാനും അത് മനസ്സിലാക്കാനൊക്കെ കഴിയുക എന്നുള്ളത് മഹാന്മാരെ സംബന്ധിച്ചു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിശുദ്ധമാവുന്ന ഖുർആന്റെ ആ പതിപ്പ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ രേഖപ്പെടുത്തപ്പെട്ട ആ രേഖകൾ. അതല്ല ഇനി ഖുർആൻ കൊടുന്നു കൊടുക്കട്ടെ, എന്താവട്ടെ. അതല്ല ഇനി ഖുർആൻ ഇങ്ങനെ അച്ചടിച്ചിട്ട് ഇങ്ങനെ മേശപ്പുറത്ത് വെച്ച് എടുത്തും കൊണ്ട് വന്നിക്കാണ് ജിബ്രീൽ എന്നല്ല ഇപ്പൊ ഇയാൾ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നിരീശ്വരവാദികളുടെ അവരുടെ വാദത്തിന് ശക്തി പകരുന്നതല്ലേ ഇവരുടെ ഈ ജൽപ്പനങ്ങള്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതിക്കൊടുക്കുകയായിരുന്നു. അത് ഓതിക്കൊടുക്കുന്ന ആ സമയത്ത് തന്നെ കേട്ട് ബൈഹാർട്ടാക്കുകയായിരുന്നു. അങ്ങനെ ഹിഫ്ളാക്കിയ ഖുർആൻ അത് അവിടെയുള്ള സ്വഹാബിമാർക്ക് ഓതിക്കൊടുക്കുന്നു. അവർ അപ്പൊ തന്നെ ഏതെങ്കിലും ഫലകത്തിലോ അല്ലെങ്കിൽ എല്ലിലോ തോലിലോ ഒക്കെ ആയിട്ട് അത് രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലൗഹുൽ മഹ്ഫൂദിൽ ഇങ്ങനെ നോക്കിയിട്ട് എന്നാ ഹസാൻ ഇബ്നു സാബിത്തെ നിങ്ങൾ എഴുതിക്കോളിയും, ദാ അടുത്ത ആയത്ത് താണ്ടില്ല, അങ്ങനെ
എഴുതാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. ഉമ്മിയായ പ്രവാചകൻ എഴുത്തും വായന അറിയില്ല എന്നെങ്കിൽ ഈ മൗലിയർക്ക് അറിയണ്ടേ? ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ഇദ്ദേഹത്തെയൊക്കെ നമുക്കെടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വന്നത് ലൗഹൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് റസൂലുള്ളാഹിക്ക് എഴുതിയത് വായിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അബദ്ധമാണ്, അത് കളവാണ്. കാര്യം റസൂലുള്ള എഴുത്തും വായനയും അഭ്യസിച്ചിട്ടില്ല. ഉമ്മിയായ പ്രവാചകനാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഉമ്മിയായ പ്രവാചകൻ എന്ന് പറഞ്ഞാല് ഈ മക്കയിൽ ജീവിച്ചു അതുകൊണ്ടാണ് ഉമ്മിയായ പ്രവാചകൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ജനിച്ചു വളർന്ന ആളുകളൊക്കെ ഉമ്മിയാണല്ലോ. ആയിക്കോട്ടെ, ഇത് പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി പറയുന്നത് അദ്ദേഹത്തിന് എഴുത്തോ വായനയോ അറിയില്ലായിരുന്നു, നിരക്ഷരനായ, അതൊരു കുറവൊന്നല്ല. അതാണ് ആ പരിശുദ്ധ ഖുർആന്റെ ദൈവീകതയുടെ ഒന്നാമത്തെ കാര്യം. നിരക്ഷരനായ ഒരു പ്രവാചകൻ അറബ് സാഹിത്യത്തിലെ ഏറ്റവും വലിയ ഒരു ഗ്രന്ഥം, അത്രയും വലിയൊരു ഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമായിക്കൊണ്ട്, അള്ളാഹുവിന്റെ സംസാരമായിക്കൊണ്ട്, അള്ളാഹു നമ്മോട് പറയുന്ന കാര്യമായിക്കൊണ്ട് ഈ ഭൂലോകത്തേക്ക് സമർപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. എന്നിട്ട് ഇവര് പറയാണ് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കിയിട്ട് മൂപ്പരിങ്ങനെ വായിക്കായിരുന്നു, എന്നാ പിന്നെ റസൂലുള്ളാഹിക്ക് വായിക്കണമൊക്കെ അവിടെ എഴുതിയ പോരെ. വായിക്കാൻ കഴിയുമെങ്കിൽ എഴുതാൻ അറിയില്ലേ മുസ്ലിയാരെ? അല്ലേ? ഇത് തുണിക്കച്ചവടമായിട്ടില്ല നല്ലത്. സ്ഥലക്കച്ചവടം, തുണിക്കച്ചവടം, വിസ കച്ചവടം, അതായിരുന്നു ഇതിനേക്കാൾ നല്ലത് എന്നുള്ളതാണ്. കുറെ ആളുകൾ, പാവങ്ങള്, സാധുക്കള്, അവര് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മുഖത്ത്. കാര്യം എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ആദർശമാണ്. ആ ആദർശം അത് അമാനത്താണ്. ആ അമാനത്ത് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് കള്ളക്കഥയിലൂടെയാണോ, കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ മിക്കവാറും വീഡിയോകളിലൂടെ പറയുന്ന കാര്യമാണ്. ഇസ്ലാം ഇസ്നാദുകളിലൂടെ നമുക്ക് ലഭിച്ച വരദാനമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ദീനായിട്ടുള്ള നിങ്ങളെ ഒപ്പം ഇരിക്കണ ഉമർ ഫൈസി പറഞ്ഞത് എന്താണ്? ഇന്ന ദീൻ എന്തല്ലാഹി സമസ്ത എന്നാ പറഞ്ഞത്. അല്ല എന്നുള്ളത് നമ്മെ പോലെ ഉള്ള സാധുക്കളായ ആളുകൾ നിങ്ങൾക്ക് തിരുത്തി തരേണ്ട ആവശ്യം വരുന്നത് നിങ്ങൾ കള്ളം പറയുന്നത് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആന് അത് വ്യക്തമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുക്കുകയായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിഫ്ളാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ ആദ്യത്തെ ഹാഫിള് അത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. റസൂലുള്ളാഹിക്ക് അത് നോക്കി വായിക്കുവാനോ എഴുതിയെടുക്കുവാനോ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ എഴുത്തുകാരുണ്ടായത്. ഇതൊക്കെ പള്ളി ദർസുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, മദ്രസകളിൽ പോലും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഉസ്താദെ, അല്ലേ? അപ്പോ നേരത്തെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് നമ്മുടെ ആദർശം. ഈ ആദർശം അമാനത്താണ്. ഈ അമാനത്ത് കൊണ്ട് നടക്കണമെങ്കിൽ അല്ലേ, അതിന് അമാനത്ത് എന്താന്ന് മനസ്സിലാവുക തന്നെ വേണം. പരിശുദ്ധ ഖുർആനിലൂടെ അമാനത്ത് എന്താണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക്, സാധുക്കളായ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഇത് പറഞ്ഞു തരേണ്ടി വരുന്നത് അത് ദുരന്തമാണ്. എന്തായാലും താങ്കളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാള് താങ്കൾക്ക് എന്താണ് അമാനത്ത് എന്നുള്ളത് പറഞ്ഞു തരും. കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് അമാനത്ത്? കേട്ടു നോക്കൂ. ആദർശം എന്നത് അത് നമ്മുടെ ഈമാനാണ്. ആ ഈമാനിനെ സംരക്ഷിക്കുക എന്നത് അമാനത്താണ്, നമ്മുടെ ബാധ്യതയാണ്. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങളും പല വിധത്തിലുള്ള തടസ്സങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുമ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ ആപ്തവാക്യത്തെ, അടിസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചതാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഇസ്ലാമിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പഠിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അതിനുശേഷം വന്ന സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഉ താബിഈകളുടെയും മദ്ഹബിന്റെ ഇമാമുമാരുടെയും അതിനുശേഷം വന്ന അഇമ്മത്തു മശായിഖുമാരുടെയും ഒക്കെ കാലഘട്ടത്തിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഈ പരിശുദ്ധമായ ആദർശത്തെ ഉയർത്തിപ്പിടിച്ചതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്.